ഇത് പകിട, പേര് സുരേന്ദ്രൻ. പക്ഷെ ആരും സുരേന്ദ്രൻ എന്ന് വിളിക്കാറില്ല. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഇനി 2 മാസം ഞാൻ ഫ്രീയാ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് കൂടിയാലോ വില പൊന്നപ്പൻ ചേട്ടാ? പിന്നെ നിനക്കെന്താ? കള്ളു കുടിക്കണം, താറാവിനെ തിന്നണം, പകിട കളിക്കണം. അക്കാര്യം ജോസ് ഏറ്റു അല്ലേ? ജോസ് പോകുന്നവരെ നീ ജോസിന്റെ കൂടെ കുടിക്കോ? അതെ, വാ നമുക്കൊന്ന് അടിച്ച് കേറാം. ഇതാ മുത്തു കൂടെ പിടിച്ചോ, ചേട്ടന്മാരെ കൂടെ കുടിക്കോ. ഭാസ്കര, ജോസ് അല്ല കെട്ട് കഴിഞ്ഞു വരിക. കെട്ട് കഴിഞ്ഞല്ലോ ജട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറിപ്പോയല്ലോടാ ചീങ്കണ്ണി. ഇപ്പൊ പേര് മാറ്റി, ജോസ്, ദുബായ് ജോസ്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. അതിനെന്താ എടി അങ്ങമോ, ഒരു 5-6 കരിമീനെടുത്ത് പൊള്ളിക്ക്. 5-6 കരിമീനൊന്നും പോരാ, ഒരു 10-65 എണ്ണം വേണം. പുറകെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ, ഇളവനോ മൂത്തോ? ഇന്ന് മൂത്തത് താറാവും ആയിക്കോട്ടെ. എടിയേ 5-6 താറാവും കൂടെ വെളിക്കിരി. അയ്യോ, ഇപ്പൊ കഴിഞ്ഞതാ? അയ്യേ അതല്ല പറഞ്ഞു, പുറത്തോട്ടിരിക്കും. അത് ശരി. എന്നതാ വള്ളംകളി കമ്മിറ്റിയാന്നോ? ഏയ്, ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് 2 ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ ഇത് നല്ല കളി. ഇയാള് പണ്ടെന്റെ ചെവിക്കെല്ലാം തന്നതാ. ഇയാളുടെ ഭാര്യയെ കളിയാക്കിയാണ്. പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടിച്ച് കേറി വാ. ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പൊ ജോസുമായിട്ടൊന്ന് അടിക്കണമെന്ന് വെച്ചാൽ തന്നെ ഈ വള്ളങ്ങളുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാൻ? അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളും. ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വെള്ളംകളിയും വള്ളംകളിയൊക്കെ ഒരുമിച്ചാകാലോ. ഹായ്, നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? തങ്കപ്പയ്ക്കാണോ? തങ്കമ്മക്കാണ് വില പറയാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മൊത്തമല്ല, ചില്ലറയാ. അതെ, ഒന്നേ എന്താ? എനിക്കൊരു ഉപകാരം ചെയ്യോ? ഇല്ല, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ എന്റെ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. എന്റെ അച്ഛൻ. അങ്ങേരോട് ചെന്ന് പറഞ്ഞാൽ മതി. ഇത് അങ്ങനെ വിചാരിച്ച നടക്കണ കാര്യമല്ല. ഞാൻ ഇങ്ങനെ പെരന്നിറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്ന് അറിയോ? അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട. ദേ ഇതങ്ങോട്ട് പിടിച്ചേ. അയ്യേ, ലവ് ലെറ്ററാ? എനിക്കൊന്നും വേണ്ട. അയ്യടാ, ലവ് ലെറ്റർ തരാൻ പറ്റിയൊരു സാധനം. ഇത് ലവ് ലെറ്റർ ഒന്നുമല്ല, പത്രത്തിൽ കൊടുക്കാനുള്ള പരസ്യ. വരനെ ആവശ്യമുണ്ട്. പിടിച്ചേ. ഓ, സന്തോഷം. സുന്ദരിയും സുശീലയും 10ാം ക്ലാസ് വരെ പഠിച്ചതും. അപ്പൊ തോറ്റ കാര്യം പറയണ്ടേ? അയ്യടാ, ഒരുത്തനെ കെട്ടാനും അവന്റെ 3-4 മക്കളെ പെറാനും 10ാം ക്ലാസ് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്രത്തിൽ കൊടുക്കൂല്ലോ എന്ന് പറ. പിന്നെ എന്താ സംശയം? ഇത് ഛേദമില്ലാത്തൊരു ഉപകാരമല്ലേ? അങ്ങനെ ഉപകരിക്കണ്ട. രാവിലെ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ട് വന്നതേ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. ഇത് വായിച്ചിട്ട് പത്രത്തിൽ കൊടുക്കണ്ട, ഞാൻ കെട്ടിക്കോളാന്നൊക്കെ പറയുന്നു വിചാരിച്ചിട്ടാ. ദുഷ്ടൻ. വേണ്ട, എന്നെ കെട്ടണ്ട. ഞാൻ എവിടെങ്കിലും പോയി ചത്തു പോയിക്കോളാം. നീ എന്തിനാ അവൾക്ക് പ്രേമലേഖനം കൊടുത്തത്? പ്രേമലേഖനോ? ഞാനോ? പിന്നെ എന്തിനാ അവള് കരഞ്ഞത്? ഇതൊക്കെ ചോദിക്കാൻ ഇയാളാരാ? ആരോരും ഇല്ലാത്ത പെണ്ണാവള്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ. ചേടാ, ഇതെന്തൊരു പാട്? അവൾ എന്റെ പുറകെ എന്നെ കെട്ടി എന്ന് പറഞ്ഞു നടന്നാ ഞാൻ എന്ത് ചെയ്യാന്? നിനക്ക് എന്താ അവളെ കെട്ടിയാല്? ഓഹോ, അപ്പൊ ഭീഷണിപ്പെടുത്തി കെട്ടിക്കാൻ ഇറങ്ങിയിരിക്കാ? അതേടാ. ചേട്ടൻ സീരിയസ് ആണോ? അയ്യോ, എന്നാ ഞാനൊരു സത്യം പറയാം. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ അത് അവൾ അറിഞ്ഞാൽ ഇപ്പൊ അവൾ എന്റെ പുറകെ നടക്കുന്ന പോലെ ഞാൻ അവളുടെ പുറകെ നടക്കേണ്ടി വരും. അതാ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം. ചേട്ടൻ ഈ പെണ്ണുങ്ങളെ പറ്റി അറിയാത്തോണ്ടാ. കെട്ട് കഴിഞ്ഞാൽ എന്തായാലും എന്റെ ജീവിതം പോക്ക. അതുവരെ ഞാനിങ്ങനെ ചുമ്മാ ജാടയൊക്കെ ഇട്ട് നടന്നോട്ടെ. പോട്ടെ. കഴിഞ്ഞ 2 വർഷക്കാലമായി കിഴക്കുംഭാഗം ചുണ്ടന് നെഹ്റു ട്രോഫി നേടാനായത് ഗോവിന്ദനാശാൻ ക്യാപ്റ്റനായിരുന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വർഷവും ആശാന്റെ കീഴിൽ നമ്മൾ മത്സരിച്ച് ഒരു ഹാട്രിക് വിജയം നേടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തവണയും ആശാൻ തന്നെ ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ആര് ക്യാപ്റ്റൻ ആയാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ക്യാപ്റ്റൻ ആകുന്ന ആള് വള്ളം കളിക്കുള്ള മുഴുവൻ ജലവും വഹിക്കണം. എന്താ ഒരു പുതിയ നിയമം? കഴിഞ്ഞ കൊല്ലം അങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ പോലല്ല, ഇക്കൊല്ലം ഓരോ വള്ളം കയറി കൃഷ്ണൂർ നശിച്ചിരിക്കുക. വള്ളംകളി മത്സരം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൈന്നിട്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇത്തവണ ആര് ക്യാപ്റ്റൻ ആയാലും അയാൾ കാശ് മുഴുവൻ മുടക്കണം. അങ്ങനെ കുറെ കാശാണെന്ന് ആരെയും പിടിച്ച് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുമോ? തുഴച്ചിക്കാരെ നിയന്ത്രിക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിർത്താനുള്ള കഴിവുണ്ടാവണം. അതിനിപ്പോ ആശാനല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? എങ്കിൽ പിന്നെ ആശാൻ കാശ് മുടക്കട്ടെ. എന്താ മുടക്കോ? അല്ല,
അല്ല ഇപ്പോ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണെങ്കിൽ ആശാനൊന്നും ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞോളാം. വേണ്ട ഞാൻ പറയാം പറയണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇപ്പൊ ആശാ മാത്രം ഉണ്ടാക്കിയിട്ട് കിഴക്കൻ ഭാഗത്തോണ്ട് മത്സരിക്കേണ്ട കാര്യമില്ല. എന്താ പിന്നെ വെള്ളം കരക്കേറ്റി വെക്കണോ? കരക്കേറ്റ് വെക്കാനല്ല വെള്ളം ഇറക്കിയത്. അത് ശരിയാ. ഇവന്മാര് പറഞ്ഞ കാശ് മുടക്കാൻ പറ്റും. ഇയാളെന്താ ഒരു കാര്യം പറഞ്ഞേക്കോ? ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. വള്ളംകളിയുടെ സകല ചെലവ് ഏൽക്കുകയും തുഴച്ചിൽക്കാർക്ക് കൈ നിറയെ കാശ് കൊടുക്കാനും ഒരാൾ വന്നാലോ? വെറുതെ മണ്ടത്തരം പറയാതെ മണ്ടത്തരം പറയുന്നത് ആരെ എങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. പ്രിയമുള്ളവരെ, ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ വിദേശ നിക്ഷേപങ്ങൾ തേടി പരക്കം പായുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ കിഴക്കും ഭാഗം ചുണ്ടൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായഹസ്തവുമായി ഒരു വിദേശകരം നീണ്ടു നീണ്ടു വരുന്നത് നാം കണ്ടില്ലെന്ന് നടിച്ചൂടാ. ആ കരത്തിന്റെ ഉടമയെ, ആ മഹാമനസ്കരെ, ആ വിശാല ഹൃദയനെ, ആ സ്നേഹസമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്തപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. നമസ്കാരം. നമസ്കാരം. ദുബായിലെ മരുഭൂമിയിൽ പൊരിവെയിലത്ത് ജോലി ചെയ്യുമ്പോഴും കാശുണ്ടാക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇവിടുത്തെ വെള്ളവും വെള്ളവും നിങ്ങളൊക്കെ മാത്രമായിരുന്നു. അറിയോ, നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് കൂടണമെന്നൊരാഗ്രഹം. ഈ വള്ളംകളി മത്സരത്തിന് കിഴക്കൻ ഭാഗം ചുണ്ടിന്റെ സകല ചെലവും വഹിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്കിൽ ജോസ് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ. ഫോട്ടോ അവനെവിടെ ഫോട്ടോ എടുക്കണ പുല്ലേ ആയി നോക്കി നിൽക്കുക. ആശ പിണയി പോകുന്നു വേണ്ട. ജോസ് ക്യാപ്റ്റനായെന്ന് വെച്ച് ആശാന് വള്ളത്തേലൊക്കെ നിൽക്കുക. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന നിന്റെ അയ്യാടെ സ്വഭാവം. അതെ ഈ കോപ്പം കയ്യിലോട്ട് വെച്ചിട്ട് ഫോട്ടോ വെറുതെ ചുണ്ട കൊണ്ടെന്റെ ചുണ്ട് പൊട്ടിയതേ.